ചുഴലിക്കാറ്റിൽ കൃഷി പൂർണ്ണമായും തകർന്ന കാവിലുംപാറയിലെ കർഷകരെ സന്ദർശിച്ച് കൃഷിമന്ത്രി ടി സിദ്ദിഖ് നാശനഷ്ടങ്ങൾ കണക്കാക്കാൻ കർഷകർക്ക് 10 ദിവസം കൂടി അനുവദിച്ചതായും നഷ്ടപ്പെട്ട വിളകൾ സൗജന്യമായി റീപ്ലാൻ ചെയ്യുന്ന കാര്യം പരിഗണനയിലാണെന്നും മന്ത്രി ടി സിദ്ദിഖ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വേനൽ മഴയ്ക്കും ചുഴലിക്കാറ്റിനും പിന്നാലെ കാവിലുംപാറയിൽ ദുരിതത്തിലായ കർഷകർക്ക് താങ്ങാവാൻ അടിയന്തര നടപടികളുമായാണ് കൃഷിമന്ത്രി ടി സിദ്ദിഖ് കർഷകരെ സന്ദർശിക്കാനെത്തിയത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കൃഷിയെ മാത്രം ആശ്രയിച്ച നാണ്യവിള കർഷകരുടെ ഭാവി കരുതലാണ് ഒറ്റയടിക്കില്ലാതായത്. ഗ്രാമ്പു കർഷകർക്കടക്കം വൻ തുകയാണ് ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഉദ്യോഗസ്ഥരെ ഇതിനകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നാശത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് വിവരങ്ങൾ സമർപ്പിക്കാനുള്ള സമയപരിധി 10 ദിവസം കൂടി നീട്ടി നൽകിയിട്ടുണ്ട്. ഒന്ന്, ഇവിടെ കണക്ടിവിറ്റി പ്രശ്നം സീരിയസ് ആയി നിലനിൽക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലക്ക് രജിസ്ട്രേഷൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനുള്ളതായിരിക്കുന്ന സമയപരിധി നീട്ടണം എന്നുള്ള കർഷകരുടെ ആവശ്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ 10 ദിവസം കൂടെ നീട്ടാനുള്ള നടപടി സ്വീകരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി ക്ലോവ്, ഗ്രാമ്പു അത് നമ്മുടെ ഇൻഷുറൻസ് പരിധിയിലേക്ക്, കോമ്പൻസേഷൻ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ, ഫസൽ ഭീമ യോജന ഉൾപ്പെടെയുള്ള സംവിധാനത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള നോട്ടിഫിക്കേഷൻ നടപടികളിലേക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് കടക്കും. സൈക്ലോണിൻ്റെ പശ്ചാത്തലത്തിൽ 2021 മുതലുള്ള കേരളത്തിൽ വിവിധ മേഖലകളിൽ SDRFൻ്റെ ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഷെയർ ഇതുവരെ കൊടുക്കാത്തതായ പ്രശ്നം വളരെ സീരിയസ് ആണ്. അപ്പോൾ അതിൽ ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുമായി സംസാരിക്കും. കേരളം മുഴുവനുള്ളതായിരിക്കുന്നൊരു പ്രശ്നമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ സന്ദർഭത്തിൽ കർഷകരുടെ ഇത്രയും ഗൗരവമായിട്ടുള്ള പ്രശ്നത്തിൽ വന്നിട്ടുള്ള ആ ഗ്യാപ്പ് അത് നികത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ആവിഷ്കരിക്കും. പിന്നെ മറ്റൊന്ന്, നാച്ചുറൽ കലാമിറ്റി, വിളകൾക്കുള്ള നാച്ചുറൽ കലാമിറ്റി റിലീഫ് അത് എത്ര കണ്ട് ഉയർത്താൻ പറ്റും ഓരോ ക്രോപ്പിനും സംബന്ധിച്ചുള്ളതായിരിക്കുന്ന കാര്യവും പ്രത്യേകം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വ്യാപകമായ രീതിയിൽ ഗ്രാമ്പു, ജാതി, തെങ്ങ്, കവുങ്ങ്, വാഴ, റബ്ബർ, കൊക്കോ ഇത്രയും വിളകളുടെ വ്യാപകമായിട്ടുള്ള നാശം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കർഷകരെ സംബന്ധിച്ച് താങ്ങാവുന്നതിനും അപ്പുറമാണ്. എൻ്റെ അടുത്ത് വന്ന കരഞ്ഞ വനിതാ കർഷകരുണ്ട്, ദുഃഖം പങ്കുവെച്ചവരുണ്ട്. മക്കളെ പഠിപ്പിക്കാൻ, വീട്ടിലെ മറ്റ് അനുബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കണ്ടുവച്ചിരുന്നതായിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാവിയിലേക്കുള്ള കരുതൽ ധനമാണ് യഥാർത്ഥത്തിൽ ഈ കൃഷി എന്നുള്ളത്. അതിൻ്റെ തകർച്ച അവരുടെ ജീവിതത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം സാധ്യമാക്കാൻ LSTD വകുപ്പ് മന്ത്രിയോടുകൂടി സംസാരിച്ചതിന് ശേഷം LSTD ഡിപ്പാർട്ട്മെൻറ്റും കൃഷി വകുപ്പും സംയുക്തമായി ഈ നഷ്ടപ്പെട്ടതായിരിക്കുന്ന വിളകൾ മുഴുവൻ സൗജന്യമായി കർഷകർക്ക് റീപ്ലാൻ ചെയ്ത് കൊടുക്കാനുള്ള നടപടിയെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള നടപടികളിലേക്ക് പോകും. അതിനെക്കുറിച്ച് ആലോചിക്കും. നാദാപുരം MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.